ബെറ്റർ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് 2950 സ്ക്വയർ ഫീറ്റ് 25 സെൻറ്റോട് കൂടിയ ഒരു പുത്തൻ പോഷ് ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റാണ് ഇതിന് പണി തീർത്തിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പാലാ മുനിസിപ്പാലിറ്റി. പാലായിൽ നിന്നും ഏകദേശം 2.25 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട്. വിശാലമായിട്ടുള്ള ഒരു മുറ്റമുണ്ട്. മുറ്റത്തിൻ്റെ ഒരു സൈഡ് ബാംഗ്ലൂർ സ്റ്റോൺ ഉപയോഗിച്ച് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റം തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാപ്പിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് ഫില്ല് ചെയ്ത് ഗംഭീരമാക്കിയിരിക്കുന്നു. നല്ലൊരു തകർപ്പൻ വീടാണ്. കാരണം ഇത് താമസിക്കാനായിട്ട് പണിതിരിക്കുന്ന വീടാണ്. നല്ല വിശാലമായിട്ടുള്ള മുറ്റും അതുപോലെ തന്നെ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് പണി തീർത്തിരിക്കുന്നത്. ഇപ്പോൾ ഉടമസ്ഥൻ ഇവിടെ താമസിക്കുന്നുണ്ട്. താമസിച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്തും പഴക്കമില്ല. ഇതാണ് മുറ്റത്തിൻ്റെ സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ലൊരു എലിവേഷനിലുള്ള ഒരു വീടാണ്. നല്ല സുന്ദര ആഡംബര വീട് തന്നെയാണിത്. അതുപോലെയാണ് ഇതിൻ്റെ പണി. താമസിക്കാനായിട്ട് പണിതിരിക്കുന്നതിൻ്റെ പുറത്ത് അതുപോലുള്ള മെറ്റീരിയലുകളാണ് ഈ വീടിന് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു വിശാലമായിട്ടുള്ള ഒരു കാർ പോർച്ചുണ്ട് ഈ വീടിന്. 2 വണ്ടി ഒരേ സമയത്ത് പോർച്ച് കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ അത്ര വലിപ്പമുള്ള ഇതാണ്. ഇത് പോർച്ചിൻ്റെ ഒരു സൈഡാണ്. അവിടെ നല്ലവണ്ണം ചെടികളും ബാമ്പുവും അതുപോലുള്ള അലങ്കാര ചെടികളൊക്കെ നട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. ഇതൊക്കെ ആ കളറ് തന്നെയാണ്, ആ ചെടിയുടെ കളറ് തന്നെയാണ് ആ യെല്ലോ കളറ്. അതുപോലെ തന്നെ അത്യാവശ്യം ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ നടത്തി ബാക്കിയുള്ള ഭാഗത്തെ പെബിൾസൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗാർഡൻ കൂടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നല്ല ഫലവൃക്ഷാദികളൊക്കെ ഉണ്ട്, മാവുണ്ട്, അങ്ങനെയുള്ള ചെടികളുമൊക്കെ നട്ട്. ഇതാണ് ഒരേ സമയത്ത് നമുക്ക് 5 വണ്ടി ഈ മുറ്റത്ത് കയറ്റിയിടുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ മുറ്റത്തിൻ്റെ ക്രമീകരണം. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. അതോ വിശാലമായിട്ടുള്ള ഒരു ഇടയൊന്നും ഇല്ലെങ്കിലും നല്ലവണ്ണം സ്പേസ് ഉണ്ട് ബാക്ക് സൈഡും. അതുപോലെ തന്നെ ഇതാണ് എല്ലാ കോമ്പൗണ്ട് വാള്, ബൗണ്ടറി വാള് തീർത്ത് എല്ലാം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇത് വീടിൻ്റെ നോർത്ത് ഭാഗമാണ്. ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. മുറ്റത്തിൻ്റെ കോമ്പൗണ്ട് വാളിനുള്ളിൽ തന്നെ നമുക്ക് നല്ലവണ്ണം സ്പേസ് ഉണ്ട്. ഇതാണ് ഒരു സൈഡിലായിട്ട് വടക്കുകൾക്കായിട്ടാണ് ഇതിൻ്റെ കിണർ വന്നിരിക്കുന്നത്. നമ്മുടെ സ്ഥലത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു ചെറിയ ഗേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ വെള്ളമുള്ള ഈ വേനൽക്ക് കുത്തിയ കിണറാണ്. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ജലലഭ്യതയെന്ന് പറയുന്നത് കിണർ വെള്ളമുണ്ട്. അതുപോലെ തന്നെ അഡീഷണലായിട്ട് ഒരു കുഴൽ കിണറും ഉണ്ട്. ഇതാണ് നമ്മുടെ 25 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ അകത്ത് മാവുണ്ട്, അതുപോലെ തന്നെ പ്ലാവുണ്ട്, അതുപോലെ തന്നെ തെങ്ങ്, അങ്ങനെയുള്ള വൃക്ഷങ്ങളെല്ലാം നട്ടിട്ടുണ്ട്. വാഴ നല്ലവണ്ണമുണ്ട്. തെങ്ങിൻ തൈയാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം നല്ലവണ്ണം കൃഷി ചെയ്യാനുള്ള ഭൂമിയും കൂടി കൂട്ടിയാണ് 25 സെൻറ്റ് എല്ലാ ബൗണ്ടറി വോൾ തീർന്ന് കിടക്കുന്നതാണ്. നല്ല നിരപ്പായിട്ടുള്ള ഭൂമി. മാവെല്ലാം കായ്ക്കുന്നതാണ്. ഇപ്പം 2 വർഷം ഇപ്പോഴത്തെ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള മാവുകളും തെങ്ങുകളുമാണ്. അതുകൊണ്ട് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നമുക്ക് കാഫലം കിട്ടുന്നതാണ്. എല്ലാ പ്ലാവൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇതിൻ്റെ അകത്തുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഉണ്ടാകാത്ത പ്രദേശമാണ്. ഒരു കാരണവശാലും എത്ര വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ അടുത്ത് പോലും വെള്ളം വരികയില്ല. അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ, മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ടേജ് തീർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ 2950 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡോട് കൂടിയ ഈ വീടിനും 25 സെൻറ്റ് സ്ഥലത്തിനുകൂടി സെല്ലറെ ആവശ്യപ്പെടുന്ന തുക 1,75,00,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. മുറ്റത്തിൻ്റെ ഒരു സൈഡെല്ലാം ചാമ്പ, പേര, മാവ്, അതുപോലുള്ള ഫലവൃക്ഷാദികളും അതുപോലെ തന്നെ ഇത് ഗാർഡൻ എല്ലാം നല്ല പൂച്ചെട്ടികളൊക്കെ കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്നു. നല്ലവണ്ണം ഒരു പേരയുണ്ട്, കായ്ക്കുന്ന നല്ല വലിപ്പമുള്ള ഒരു പേരയാണ്. ഇത് വീടിൻ്റെ ഒരു സൈഡ് ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഭാഗം ഷട്ടറോടിയുണ്ട്. നമുക്ക് ഷട്ടർ ഇപ്പം പൊക്കി വെച്ചിരിക്കുന്നതാണ്. ഈ സൈഡ് നമുക്ക് കാർ പോർച്ചിൻ്റെ ഫ്രണ്ട് വശമാണ്. അത് പെബിൾസ് ഇട്ട് നമുക്ക് നടക്കാനുള്ള ഭാഗം ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് അത് നടപ്പാത തീർത്തിരിക്കുന്നു. ഇത് പേരയാണ്. അങ്ങനെ ഉള്ള എല്ലാവിധ അത്യാവശ്യം നമുക്ക്
ഫ്രൂട്ട്സിൻ്റെ ട്രീകൾ നല്ലവണ്ണം ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഇത് വീടിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. നല്ലവണ്ണം അതിഗംഭീരമായിട്ടുള്ള ഒരു വീടാണ്. കാരണം താമസിക്കാനായിട്ട് 6 മാസത്തിൽ ഇവർ താമസം തുടങ്ങിയിട്ട് 6 മാസമാണ്. കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ വീടും കൊടുക്കുന്ന പോലെ തന്നെ എല്ലാവരും വിദേശത്തേക്ക് കുടിയേറ്റം നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതും അങ്ങനെ. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൊടുക്കുന്നതല്ല. ഇതൊക്കെ നമുക്ക് ഓരോ അപ്ലൈ ചെയ്ത് പ്രോസസ്സിങ്ങിൽ ഇരിക്കുമ്പോഴാണ് ഈ വീട് പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള ഇതായി കഴിയുമ്പോഴത്തേന് ഇത് ഡിസ്പോസ് ചെയ്യുന്നു, അത്രമാത്രം. ഇതാണ് വീടിൻ്റെ നല്ല നമ്മൾ എടുത്തു പറയത്തക്ക ഒരു കാർ പോർച്ചാണ് വലിപ്പമുള്ള ഇത്. സിറ്റ് ഔട്ടിലെല്ലാം മാർബിളാണ് ഇട്ടിരിക്കുന്നത്. സിറ്റ് ഔട്ട് തന്നെയല്ല, ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും മാർബിളാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം ഒരേ ടൈപ്പിലുള്ള, ഒരേ കളറിൽ, ഒരേ ഡിസൈനിലുള്ള മാർബിളാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡബിൾ ഡോറിൻ്റെ ഒരു മെയിൻ ഡോറാണ് തീർത്തിരിക്കുന്നത്. അത് തേക്കിൻ തടിയിലാണ്. നല്ല ബ്രാസിൻ്റെ ഒരു 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം നല്ല വിശാലമായിട്ടുള്ള ഒരു ഇത്. നമ്മൾ കയറി ചെല്ലുന്ന ഭാഗം ആ വിളക്ക് വെച്ചിരിക്കുന്നത് ഇത് ഹിന്ദുസാണ്. ഒരു വിളക്ക് കത്തിക്കുന്ന ഭാഗമാണ്. നമുക്കാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ തിരി കത്തിക്കുന്നതിനും വിളക്ക് വയ്ക്കുന്നതിനും ഒക്കെ സൗകര്യമുണ്ട്. അങ്ങനെ ഉള്ള പൂജാമുറി ആയിട്ടൊന്നുമല്ല ഇത്. വിളക്ക് കത്തിക്കുന്ന ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അവിടുന്ന് നമ്മൾ ലിവിങ് ഏരിയയാണ് ആ കാണുന്നത്. ഡൈനിങ് ഹോളും ലിവിങ് ഹോളുമായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന അത്യാവശ്യം ഇൻറ്റീരിയർ വർക്ക് നടത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ലിവിങ് റൂമിൽ നമുക്ക് സെറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള വിൻഡോകളാണ്. വിൻഡോകളെല്ലാം ഗ്രില്ല് വെച്ച് സ്ക്വയർ റോഡിൻ്റെ ഗ്രില്ലുകളാണ് തീർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൈൻഡ്സ് കർട്ടനിട്ട് ഗംഭീരമാക്കിയിരിക്കുന്നു. ഇതൊരു ഡബിൾ സീലിംഗ് ഹൈറ്റിലുള്ള വീടാണ്. ഇതുകൊണ്ട് ഇത് മുകളിലത്തെ സൈഡിലെല്ലാം നമ്മൾ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് സീലിംഗ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു സൈഡിൽ TV വയ്ക്കാൻ, ഒരു ടീപ്പോ വയ്ക്കാൻ, അതുപോലെ 2 സെറ്റുകൾ ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തേക്കാണ്. അവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കാണുന്നുണ്ട്. ഇത് സ്റ്റെയറിൻ്റെ അടിഭാഗം നല്ലവണ്ണം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാം വാട്ടർ റെസിസ്റ്റൻ്റ് ലാമിനേറ്റഡ് വുഡൻ ഷീറ്റിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം ടോപ്പ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും ടോപ്പ് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഇതിൻ്റെ സാനിറ്ററി, അതുപോലെ തന്നെ സാനിറ്ററി ഐറ്റംസ്, അതുപോലെ വയറിങ് ഐറ്റംസ്, എല്ലാ സാധനങ്ങളും വുഡൻ ഐറ്റംസ് എല്ലാം ഇതൊക്കെ ഈ പിന്നെ നല്ലൊരു ഡൈനിങ് ടേബിളാണ്. ഏകദേശം 75,000 രൂപ വിലയുള്ളതാണ്. അതുപോലെ തന്നെ ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചണിലും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ബോട്ടം സൈഡിലാണെങ്കിലും ടോപ്പ് സൈഡിലാണെങ്കിലും നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. ഇതെല്ലാം വാട്ടർ റെസിസ്റ്റൻ്റ് ലാമിനേറ്റഡ് ഷീറ്റിലാണ്. ഇതെല്ലാം വുഡൻ ഷീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കിച്ചണൂടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു കിച്ചണൂടിയാണ് ഇത്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോളിൽ നിന്ന് വെളിയിലേക്കുള്ള ഭാഗം കർട്ടൻ ഇട്ടിരിക്കുന്നത്. അവിടെ എല്ലാം നമുക്ക് ഷട്ടർ പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതാണ് നല്ല ഒരു വലിപ്പമുള്ള ഡൈനിങ് ഹോളാണ്. അതെ, ഈ കാണുന്ന ഭാഗങ്ങൾ എല്ലാം കിച്ചൻ്റെ മുകളിലൊക്കെ ആയിട്ടും ഫോട്ടോകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ സീലിംഗ് സ്റ്റോറേജ് ഉണ്ട്. അതൊക്കെ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് ഡംപ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇടാവുന്നതാണ്. അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ താഴെ മുകളിലും സ്ഥല സൗകര്യങ്ങളുണ്ട്. ഇതാണ് നല്ല ഇലക്ട്രിക് കിച്ചണാണ്. മോഡുലാർ കിച്ചൻ്റെ ഫാബറിൻ്റെയാണ് ചിമ്മിനി. എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ജനാലകളാണെങ്കിലും കിച്ചണിൽ പോലും ബ്ലൈൻഡ്സ് കർട്ടനിട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് പുറത്തേക്കുള്ള ഡോറ്. അത് SS-ൻ്റെ ബാർ കൊടുത്ത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു സേഫ്റ്റി ബാർ ഉണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. അവിടെ ഗ്രാനൈറ്റാണ് ടോപ്പിലിട്ടിരിക്കുന്നത്. ഒരു സിങ്ക് ഉണ്ട്. നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ ആണ്. അതുപോലെ തന്നെ വിറകടുപ്പും ഉണ്ട്. ഇവിടെ വർക്ക് ഏരിയയുടെ ഭാഗത്ത് നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. എല്ലാ സൈഡിലെല്ലാം വോളോ കൂട്ടി ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെളി പിടിച്ചാലൊന്നും പെട്ടെന്ന് കഴുകി കളയാനും ഒക്കെ എളുപ്പമാണ്. അങ്ങനെയുള്ള ഒരു വർക്ക് ഏരിയ ആണ്. അവിടെ നമ്മൾ
ആദ്യത്തെ ഒരു ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിളുണ്ട്, അതുപോലെ തന്നെ വാർഡ്രോബ്സ് ഉണ്ട്. എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. എല്ലാ റൂമുകളും നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലവണ്ണം എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നല്ല വലിപ്പമുള്ള വിൻഡോകൾ തീർത്തിട്ടുണ്ട്. ഇതാണ് വാർഡ്രോബ്സ് ആണ്. എല്ലാം മോഡേൺ രീതിയിലുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ, ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂമിലും ഇതാണ് നല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ്. അവിടെ വന്ന് നമുക്ക് അടുത്ത റൂമിലേക്കും ഇതുപോലെ തന്നെ വലിയ കിങ് സൈസ് കോട്ടുകളാണ് ഇട്ടിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അവിടെ ഒരു സ്റ്റഡി ടേബിൾ, ഒരു TV യൂണിറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ റൂമിലും നമുക്ക് കമ്പ്യൂട്ടർ ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ഇതുപോലെയുള്ള വലിപ്പമുള്ള വിൻഡോകളും തീർത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് താഴെ നിന്ന് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് പുറം കാണാം. പക്ഷെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അകം കാണാൻ പറ്റിയാരാത്ത രീതിയിലുള്ള ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. ഗ്ലാസിൻ്റെ ഇത് ഗ്രില്ല് വെച്ചിട്ട് പുറമെ ഗ്ലാസ് ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. വലിപ്പമുള്ള വിൻഡോകളാണ്. ഇതാണ് ആ റൂമിൻ്റെ ബാത്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. പാലാ ടൗണിൽ നിന്നും ഈ വീട്ടിലേക്ക് 2.25 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ല. പാലാ ഏരിയയിൽ ഒരു പോഷ് വീട് നോക്കുന്ന ഏതൊരാൾക്കും ഈ വീട് സൂട്ടബിളായിരിക്കും. ഇത് കാണാനായിട്ട് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. നമ്മൾ ആദ്യത്തെ 2ാം നിലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹാൻഡ് റെയിലിൻ്റെ SS-ൻ്റെ ഹാൻഡ് റെയിലിട്ട് സൈഡ് ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. നല്ല തിക്നെസ് കൂടിയ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. അത് ഹൈ ക്വാളിറ്റിയിലുള്ള ഇത് നമുക്ക് മുട്ടിയാലോ തട്ടിയാലോ ഒന്നും പൊട്ടിയരാത്ത രീതിയിലുള്ള ഏറ്റവും മുന്തിയ രീതിയിലുള്ള ഗ്ലാസ്സാണ് ഇവിടെ സൈഡിൽ ഹാൻഡ് റെയിലിൻ്റെ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു സ്പേസാണ്, ഒരു ലിവിങ് ഏരിയ ആണ്. അവിടെ നിന്ന് നമുക്ക് എല്ലാ റൂമിലേക്കും പ്രവേശിക്കാവുന്നതാണ്. ഇതാണ് ആ ലാൻഡിങ്. ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിക്കുകയാണ്. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ സീലിങ് ചെയ്ത് ഇതാണ് നമുക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ആദ്യത്തെ നിലയിൽ കയറി ചെല്ലുന്നിടത്ത് അവിടെ നിന്നുള്ള താഴത്തെ ലിവിങ് സ്പേസിൻ്റെ ഇതാണ്. ഡബിൾ ഹൈറ്റ് സീലിംഗ് ആയതിൻ്റെ പുറത്ത് മുകളിലും ഇതാണ് വിൻഡോ. ബ്ലൈൻഡ്സ് കർട്ടൻ ഇട്ടിരിക്കുന്ന വിൻഡോ ആണ്. അത്രയും ഹൈറ്റിലാണ്. അവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ 2ാമത്തെ നിലയിൽ നമ്മുടെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ റൂമിലും ഇതുപോലെ തന്നെ ടേബിളുണ്ട്. അതുപോലെ സ്റ്റഡി ടേബിൾ, നമുക്ക് കമ്പ്യൂട്ടറോ അതുപോലെയുള്ള പുസ്തകങ്ങളോ പിള്ളേർക്ക് പഠിക്കുന്നവർക്കൊക്കെ വെക്കാനായിട്ട് നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിൻഡോകളൊക്കെ ശ്രദ്ധിച്ചറിയാം. എല്ലാ സെറ്റും വളരെ എയർ സർക്കുലേഷൻ നല്ലവണ്ണം കയറാമെന്നുള്ള രീതിയിൽ വലുപ്പമുള്ള വിൻഡോകളാണ് തീർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബ്സുകളാണെന്ന് പറഞ്ഞാലും ഇതുകൊണ്ട് ഇതെല്ലാം നല്ല വലിപ്പമുള്ള ഏകദേശം ഒരു 7 അടി പൊക്കത്തിലുള്ള 4 പാളിയുടെ വാർഡ്രോബ്സുകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബാത്റൂമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ലഭ്യമാണ്. ബാത്റൂമിൽ നല്ല അതിഗംഭീരമായിട്ടുള്ള ഒരു പോഷ് വീടാണ്. ഇതുപോലൊരു വീട് നമുക്ക് പാലായിൽ നോക്കുന്ന ഏതൊരാൾക്കും ഇത് വന്ന് കാണാവുന്നതാണ്. നമ്മളെ ഒരു റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഭാഗത്തേക്ക് ഒരു സൈഡിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. ഇപ്പം നമ്മുടെ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വൈകുന്നേരമൊക്കെ നമുക്ക് ചെയറും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റും അതുപോലുള്ള നല്ലൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണത്. ഒന്നാമത്തെ കാര്യം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ. മുട്ടി അയൽവക്കങ്ങൾ ഉണ്ടോയെന്ന് അയൽവക്ക ശല്യമില്ല. നമുക്ക് 25 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ല ഗാർഡനും ഒക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. ഇതിൽ കൂടിയ ഒരു വീട് നമുക്ക് ഒരു ആഡംബര വീട്ടിൽ ഇതിൽ കൂടുതൽ നമുക്കിപ്പോൾ പാലാ ടൗണിനോടടുത്ത് മുനിസിപ്പാലിറ്റിയിൽ ലഭ്യമല്ല. ഇത് മറ്റൊരു റൂമാണ്. എല്ലായിടത്തും ഇതുപോലെ കിങ് സൈസ് കോട്ടുകൾ ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം ഇത് നല്ല ഭംഗിയുള്ള മാർബിളുകളാണ് എല്ലായിടത്തും ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബ്സ്, അതുപോലെ തന്നെ ചെയർ, എല്ലാ ടേബിള്, എല്ലാ റൂമിലും നമുക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയ നല്ലൊരു വീട് സ്ഥലമാണ്.
ഇതിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയാം. സെല്ലർ ചോദിക്കുന്ന വില 1.25 കോടിയാണ്. 1,75,00,000 രൂപ. വില നെഗോഷ്യബിളാണ്. വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിലഭാഗം സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് ധാരണയാകാവുന്നതാണ്. ഇപ്പോൾ ചോദിക്കുന്ന വില 1,75,00,000 രൂപ. പാലാ മുനിസിപ്പാലിറ്റിയാണ്. പാലാ ടൗണിലേക്ക് 2.25 കിലോമീറ്റർ ഉള്ളൂ. വെള്ളപ്പൊക്കം ഒരു കാരണവശാലും ഒരു കാലത്തും ഉണ്ടായില്ല. അതുപോലെ തന്നെ കിണർ വെള്ളം, സ്കൂള്, ഇതുപോലെ കോളേജ്, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഈ പരിസരത്ത് 2.5 കിലോമീറ്റർ മാറിയാൽ നമുക്ക് ലഭ്യമാണ്. അതുപോലെ പാലാ ടൗണിൻ്റെ ഏറ്റവും നല്ല ഒരു ഭാഗം തന്നെയാണിത്. പാലാ ടൗണിനോട് ചേർന്ന് ഇത് നമുക്ക് തുണി വിരിക്കാനുള്ള ഏരിയ ആണ്. അതും നമുക്ക് ഇത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഗ്രില്ലും ഒക്കെ ഇട്ട് അതിമനോഹരമാക്കിയിരിക്കുന്നു. ഇതവിടെ നിന്ന് നമ്മൾ ആ റൂമിൽ നിന്ന് നമ്മൾ മുകളിലത്തെ ലിവിങ് റൂമിൽ നിന്ന് ടെറസ് ഏരിയയിലേക്കുള്ള ഭാഗമാണ് നമ്മളിപ്പം കാണുന്നത്. ഇതാണ് ടെറസ്. പ്ലെയിനായിട്ട് കിടക്കുന്നു. അത് മുകളിലേക്കും നമുക്ക് കയറാനുള്ള സ്റ്റെയർ വെച്ചിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു വീട്, ഒരു ആഡംബര വീട്. പാലാ ഭാഗത്തെ ആഡംബര വീട് നോക്കുന്ന ഏതൊരാൾക്ക് ഈ വീട് വന്ന് കണ്ട് വില പറഞ്ഞ് വാങ്ങാവുന്നതാണ്.